എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി ഒരു ഹെവി ഡ്യൂട്ടി പ്രോജക്റ്റ് പ്രെയറാണ്. ആവശ്യമില്ലാതെ നമ്മൾ ഉടമ്പടി എടുക്കണമെന്ന് ഞാൻ പറയത്തില്ല. കാര്യം ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉടമ്പടിയിലേക്ക് വരുന്നതിന് മുമ്പ് മറ്റെല്ലാ ദൈവ മനുഷ്യ ഇടപാടുകളുമൊക്കെ ഒരു മങ്ങുന്ന സമയത്ത് ആണ് നമ്മൾ ഉടമ്പടിയിലേക്ക് വരുന്നത്. അത് ഓൾറെഡി സഡൻ ആരും ഉടമ്പടിയിലേക്ക് വരേണ്ട കാര്യമില്ല. കാര്യം ഇത് ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് പ്രെയറാണ്. വെറും പ്രെയറല്ല, പദ്ധതി പ്രാർത്ഥന എന്ന് പറയും. ഒരു പ്രത്യേക സുവിശേഷ വിഹിതമായ പദ്ധതി പ്രകാരമുള്ള ഒരു പ്രാർത്ഥനാ രൂപമാണ്. അത് ഉദ്ദേശിക്കുന്നത് ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള സബ്ജക്റ്റ് വൈസാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോട്ട് ബൈ മെറിറ്റിൽ നടക്കാത്ത, അതായത് മെറിറ്റിൽ നടക്കാത്ത കാര്യങ്ങൾ ബൈബിൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ടെർമിനോളജി ഫോർമുലയാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതായത് നമ്മളുടെ ബുദ്ധി, ശക്തി, അനുഭവ പാരമ്പര്യം, നമ്മുടെ യുക്തി, നമ്മുടെ സ്വാധീനം, നമ്മുടെ കപ്പാസിറ്റി. അപ്പോൾ നമ്മളെല്ലാ മനുഷ്യരും എന്താണ് ചെയ്യണത്? എല്ലാവരുടെയും അധ്വാനത്തിൻ്റെ പരിശ്രമങ്ങളുടെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ പരിശ്രമങ്ങളുടെയും പിന്നിലുള്ള എന്താണ്? മെറിറ്റുകൾ വർദ്ധിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്, അല്ലേ? നമ്മളെന്തിനാണ് പഠിക്കണത്? നമ്മുടെ മെറിറ്റ്, നമ്മുടെ യോഗ്യത കൂട്ടാനാണ്. ഇപ്പോൾ ഒരു എൻജിനീയറിങ് കഴിഞ്ഞിട്ട് പിന്നീട് ചില ആൾക്കാർ ചില സബ്ജക്റ്റ് വൈസ് ഒരു ക്രാഷ് കോഴ്സിന് പോകും. എന്താ കാര്യം? അവരുടെ അപ്ഡേറ്റ് ആക്കാൻ വേണ്ടി പോവുകയാണ്, അപ്ഡേഷൻസ്. ഇപ്പോൾ പുതിയ പുതിയ കോഴ്സ് പഠിച്ച് പുതിയ അപ്ഡേഷനിലേക്ക് പോകുന്നവരും ബേസിക്കായിട്ട് ചെയ്യണത് എന്താണ്? അവരുടെ മെറിറ്റ് വർദ്ധിപ്പിക്കുക, കപ്പാസിറ്റി കൂട്ടുകയാണ്. അപ്പോൾ ഇത് സ്വാഭാവികമായി നടക്കുന്ന കാര്യങ്ങളാണ്. അതിന് ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ്സ് മാത്രം മതി. ചിലർ ബ്ലെസ്സിങ്സിൽ ആശ്രയിക്കും, ചിലർ അവരുടെ കഴിവിൽ തന്നെ ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് അവരുടെ കഴിവിൽ തന്നെ ആശ്രയിക്കും. അതിന് തെറ്റൊന്നുമില്ല, അവരുടെ കഴിവിൽ ആശ്രയിക്കുന്ന ആൾക്കാരുണ്ട്. നിരീശ്വരനായിട്ട് ദൈവത്തെ വിശ്വസിക്കാത്ത ആൾക്കാരില്ലേ? അപ്പോൾ അവരുടെ കഴിവിലാണ് ആശ്രയിക്കുന്നത്. പക്ഷെ അവർക്ക് അറിയത്തില്ല ഈ കഴിവ് ആദ്യമേ നമുക്ക് നമ്മളുടെ മെറിറ്റ് എന്ന് പറയുന്നതിൻ്റെ ബേസ്മെൻ്റ് എന്ന് പറയുന്നത് ദൈവം അത് ജനറ്റിക്കൽ ബ്ലെസ്സിങ്സ് എന്ന് പറയും. അതാണ് നമ്മുടെ മെറിറ്റ് എന്ന് പറയുന്നത്. ജനറ്റിക്കൽ ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത് എന്താ? ജനിതകമായി ഉള്ള നമ്മുടെ യോഗ്യതകൾ. ചില ആൾക്കാർക്ക് നല്ല ബുദ്ധി ഉണ്ടാവും, അല്ലേ? നല്ല ബുദ്ധി ഉണ്ടാവും. ചിലരുടെ മാതാപിതാക്കന്മാർ നല്ല ഹൈലി എഡ്യൂക്കേറ്റഡ് ആയത് കാരണം അവർ കുഞ്ഞുങ്ങളെ അതേ രീതിയിൽ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന കാരണം അവർക്കൊരു ബേസിക് ആയിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്. ഈ ലോകത്തിലെ ആൾക്കാർ ബേസിക് മെറിറ്റുകൾ ഉണ്ടാകുന്നത് മുഴുവനും ജനറ്റിക്കൽ ബ്ലെസ്സിങ്സിൻ്റെ ഭാഗമാണ്. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. ബുദ്ധിയുള്ളവർ അത് മനസ്സിലാക്കണം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ എന്താ പറഞ്ഞത്? സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയെ കീഴടക്കാൻ പറഞ്ഞിട്ടാണ് ബ്ലെസ്സിങ് ചെയ്യണത്. അപ്പോൾ ഭൂമി എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ മുമ്പിലുള്ള സൃഷ്ടപ്രപഞ്ചത്തെ നമുക്ക് എന്തിനുള്ളതാണ്? ഇപ്പോൾ നമ്മൾ ബഹിരാകാശത്ത് പോയാലും റെക്കോർഡിട്ടാലും ഇത് ജനറ്റിക്കൽ ബ്ലെസ്സിങ്ങിലുള്ളതാണത്. നിങ്ങൾ നാളെ ചൊവ്വയിൽ പോയാലും ശാസ്ത്രമാണെന്നൊരു കാര്യമില്ല. ആ ശാസ്ത്രത്തിൻ്റെ ബ്ലെസ്സിങ്സ് ആദ്യമേ കൊടുത്തിട്ടുണ്ട്. എന്താണ്? സന്താന പുഷ്ടി. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. ഉൽപ്പത്തി 1:28. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു: സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ,
ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. അതാണ് സംഭവം. 31:28 അതാണ് ജനറ്റിക്കൽ ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. അപ്പം അതിന് ഒരു വിശ്വാസിയാകണം നിർബന്ധമില്ല. നിരീശ്വരനായാലും ദൈവത്തെ വിശ്വസിച്ചില്ലെങ്കിൽ നിർമ്മതക്കാരനായാലും ഇറ്റ് ഈസ് ദെയർ. ജനറ്റിക്കൽ ബ്ലെസ്സിങ്സ് ഉണ്ട്. ചില ആൾക്കാർ അതിൽ പക്ഷേ ജനറ്റിക്കൽ ബ്ലെസ്സിങ്സിന് ഉണ്ടാകുന്ന ചില പരിമിതികളുണ്ട്. ഈ പരിമിതികളെയാണ് ബൈബിൾ പിന്നീട് അഡ്രസ്സ് ചെയ്യണത്. ജനറ്റിക്കൽ ബ്ലെസ്സിങ്സിന് ജനിതകമായിട്ടുള്ള ഈ അനുഗ്രഹത്തിനും അത് നമ്മുടെ ബുദ്ധിയിലും ശക്തിയിലുമൊക്കെ ആശ്രയിച്ചതാണെങ്കിലും ബുദ്ധിക്കും ശക്തിക്കും അപ്പുറത്ത് ചില സമയത്ത് നമുക്ക് ജീവിതത്തിൽ കുറേ ചലഞ്ചസ് വരും. ഇതിനാണ് ഞാൻ ഹെവി ഡ്യൂട്ടി എന്ന് ആദ്യം പറഞ്ഞത്. ഹെവി ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഓർഡിനറി അല്ലാത്തതിനേക്കാൾ ഭാരപ്പെട്ട കാര്യങ്ങൾ. ഈ ഭാരപ്പെട്ട കാര്യങ്ങളിലാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നും പറഞ്ഞ് ബൈബിൾ വേറെ ഫോർമുല വെക്കുന്നത്. ഉടമ്പടി ടാർഗറ്റ് ചെയ്യണതും അത് വർക്ക് ചെയ്യണതും ഈ ഫോർമുലയിലാണ്. എന്താണ് നോട്ട് ബൈ മെറിറ്റ്? അത് വേണം ഒന്നുകൂടി ആവചനം എടുക്കാം. എഫെസ്യസ് 2:8 ശ്രുതികട്ടെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ 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 യേശുവേ മഹത്വം 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 മഹത്വം. എഫെസസ് 2:8 വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. ഇത് വളരെ സീരിയസ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഫോർമുലയാണ്. എന്താണ് അത്? വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അപ്പൊ ഡെലിവറൻസ് വരണത്, റിഡംഷൻ വരണതും എല്ലാം എന്താണ്? ചില സമയത്ത് ഹെവി ഡ്യൂട്ടിയാണ്, കൃപയാലാണ്. എന്താണ്? അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ആർജിതമല്ല. അത് നിങ്ങൾ ആർജിച്ചെടുക്കണതല്ല. നമ്മുടെ എഡ്യൂക്കേഷൻ നമ്മൾ ആർജിച്ചെടുക്കണതാണല്ലേ. MBA ഒക്കെ എടുക്കണത്, MA എടുത്തിട്ട് MBA എടുക്കും, PhD എടുക്കും, അതെല്ലാം ആർജിച്ചെടുക്കണതാണ്. അപ്പം അത് നിങ്ങൾ നേടിയെടുത്തതല്ല. എന്താണ്? വിശ്വാസം വഴി കൃപയാലാണ്. പറഞ്ഞ് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. ഇനി എന്താ പറയുന്നത്? ഈ കൃപയെക്കുറിച്ച് എന്താ പറയണത്? കൃപ എന്താണ്? അത് പറഞ്ഞ് അത് നിങ്ങൾ നേടിയെടുത്തതല്ല. ട്രയൽ ആൻഡ് എറർ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ട്രെയിനിങ് വെച്ചുകൊണ്ട് നിങ്ങൾ ആർജിച്ചെടുത്തതല്ല. പിന്നെ എന്താ? എങ്ങനെ എടുത്തതാണ്? ദൈവത്തിൻ്റെ ദാനമാണ്. അത് ദൈവത്തിൻ്റെ ദാനമാണ്. ഇപ്പം കൃപ എന്ന് പറയുന്ന വിഷയമാണ് ഇന്ധനമായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത്. ഉടമ്പടിയിൽ ഉപയോഗിക്കുന്നത് ഇന്ധനം എന്ന് പറയുന്നത് കൃപയാണ്. അപ്പം കൃപ എന്താണെന്ന് നിങ്ങൾ അറിയണം. ഇത് വ്യക്തമായിട്ട് നിങ്ങൾ കൃപ എന്ന് പറയുന്നത് ബ്ലെസ്സിങ്സിനാണ് പറയണത്. ബ്ലെസ്സിങ്സ് ഇസ് നോട്ട് ഗ്രേസ്. ഗ്രേസ് ആൻഡ് ബ്ലെസ്സിങ്സ് ആർ ഡിഫറെൻറ്റ്. ആ ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയും. ഇതിൻ്റെ എന്താണ്, പുതിയ ആൾക്കാർ എല്ലാ ദിവസവും ഉണ്ട് ധ്യാനത്തിന്. അപ്പോൾ അവർക്ക് പഴയ ക്ലാസ്സുകൾ അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ പഴയ കാര്യങ്ങൾ വീണ്ടും എടുത്തിട്ട് ഇത് ഒത്തിരി പ്രാവശ്യം ആൾക്കാർ കേട്ട് കാണുന്ന കാര്യമാണിത്. പക്ഷേ ഞാനിത് വീണ്ടും പറയണതിൻ്റെ കാര്യം പുതിയ ആൾക്കാർ ശ്രദ്ധിക്കണം. ഉടമ്പടി എന്താണ്? ബ്ലെസ്സിങ്സ് എന്താണ്? കൃപ എന്താണ്? നമ്മൾ എവിടെയാണ് ഇനി നിക്ഷേപിക്കണത്? നമ്മൾ ഇതിൻ്റെ മൂവ്മെൻറ്റ്, ഇതിൻ്റെ ഓരോ ഘടകങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മോഡ് എന്താണെന്നൊക്കെ വ്യക്തമായിട്ട് നിങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ഇതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ ആൾക്കാരെ പോലെ എന്തുമാത്രം പ്രാർത്ഥനകൾ, എന്തെല്ലാം പ്രാർത്ഥനാ രൂപങ്ങളുണ്ട്, അതുപോലെ ഇതും ഒരു പ്രാർത്ഥനയായിട്ട് നിങ്ങൾ റെഡ്യൂസ് ചെയ്ത് കളയും. ഇപ്പം ശാസ്ത്രീയമായിട്ടുള്ള മ്യൂസിക് അറിയാൻ പാടില്ലാത്തവർ എന്ത് ചെയ്യും? ശാസ്ത്രീയ മ്യൂസിക് കൊടുത്താലും അവർ നാടൻ പാട്ടായിട്ട് പാടും. അതാണ് പ്രശ്നം. ഇപ്പം ശാസ്ത്രീയ മ്യൂസിക് അറിയാൻ പാടില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശാസ്ത്രീയമായൊരു പാട്ട് കൊടുത്താൽ അവരെന്ത് ചെയ്യും? അത് പാടി നാടൻ പാട്ടാക്കി കളയവർ. അതുപോലെ തന്നെ ഉടമ്പടിയെക്കുറിച്ച് അതിൻ്റെ വ്യക്തത അറിയാൻ പാടില്ലെങ്കിൽ അത് അവർ സാധാരണ ചെയ്തൊരു നൊവേനയ്ക്ക് കളയവർ. ഇത് ഭയങ്കര ഉടമ്പടിയുടെ ഏറ്റവും വലിയ അപകടമാണ്. ഇത് വന്നത് കൂടുതലും വരണത് പ്രായമായവരിൽ. അതുകൊണ്ട് പ്രായമായവരെ കൊണ്ട് ഉടമ്പടി ഇടിപ്പിക്കാത്തതിൻ്റെ കാരണം അതാണ്. നിങ്ങളാരും അതിൻ്റെ അകത്ത് മുഷിക്കേണ്ട കാര്യമില്ല. കാര്യം ഇത് എടുക്കണമെന്നുണ്ടെങ്കിൽ ക്ലാസ്സുകൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്തിട്ട്
അത് അതുപോലെ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടി പ്രകാരം സുവിശേഷ പദ്ധതിയായി എൻ്റെ ആധ്യാത്മികതയെ പരിവർത്തനം ചെയ്യാൻ എന്നെ അനുഗ്രഹിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അപ്പൊ നമ്മളെ കൃപ എന്താണെന്ന് അറിയണം. എന്താ കൃപ എന്താണ്? അത് 2 കൊറിന്ത്യൻസ് 12:9. 2 കൊറിന്ത്യൻസ് 12:9. 2 കൊരിന്തോസ് 12:9. 2 കൊറിന്ത്യൻസ് 12:9. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു. പറഞ്ഞേ, അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്ക് എന്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. അതായത് എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി. ഇതിനാണ് കൃപ എന്ന് പറയുന്നത്. കൃപ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ? ബലഹീനതയിലാണ് എൻ്റെ നിങ്ങൾക്ക് എൻ്റെ മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. ബ്ലെസ്സിങ്സ് പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം ഫിസിക്കൽ ഫേവേഴ്സാണ്, ഭൗതിക ആനുകൂല്യങ്ങളാണ്. അത് പലപ്പോഴും സഫിഷ്യൻ്റ് ആയിരിക്കത്തില്ല, നമുക്ക് മതിയായതായിരിക്കത്തില്ല. അതുകൊണ്ടാണ് ബൈബിൾ ഗ്രേസിനെ പ്രൊവിഷൻ വെക്കുന്നത്. കൃപാസന മാതാവിനും ദൈവകുമാരനും ഒത്തിരി നന്ദി. എൻ്റെ പേര് പ്രിൻസൺ. മറ്റൂർ ഇടവകയാണ്, അങ്കമാലിക്കടുത്തുള്ള മറ്റൂർ ഇടവക. ഞാൻ മെയിനായിട്ട് 2 സാക്ഷ്യമാണ് പറയുന്നത്. ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവും ദൈവകുമാരനും തന്നിട്ടുണ്ടെങ്കിലും എനിക്ക് 2 സാക്ഷ്യങ്ങൾ പറയാനാണ് അനുവാദം തന്നിരിക്കുന്നത്. ഞാൻ ലണ്ടനിലാണ് ജോലി ചെയ്യുന്നത്. 2010 ഞാൻ ലണ്ടനിൽ പോയത്. നഴ്സിംഗ് പഠനം കഴിഞ്ഞിട്ടാണ് ഞാൻ ലണ്ടനിൽ പോയത്. അപ്പോൾ IELTS OET പലപ്പോഴും ആയിട്ട് എഴുതി, പക്ഷേ രജിസ്ട്രേഷനായിട്ടുള്ള സ്കോർ എനിക്ക് കിട്ടിയിരുന്നില്ല. പിന്നീട് ഞാനത് ഉപേക്ഷിച്ചു. പിന്നീട് കെയറായിട്ട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയായിരുന്നു. അപ്പോൾ 2 വർഷം മുമ്പ് OET അത് IELTS ഇല്ലാതെ തന്നെ 1 വർഷം അവിടെ വർക്ക് ചെയ്താൽ രജിസ്ട്രേഷൻ കിട്ടുമെന്നുള്ളൊരു നിയമം അവിടെ വന്നു. അപ്പോൾ ഞാൻ പിന്നീട് ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞതനുസരിച്ച് അതിനു വേണ്ടി ട്രൈ ചെയ്തു. പക്ഷേ 13 വർഷത്തെ എക്സ്പീരിയൻസ് എനിക്ക് അവിടെ ഉണ്ടായിരുന്നു. പലപ്പോഴും ഞാൻ ഇതുമായിട്ട് എൻ്റെ വർക്ക് ചെയ്യുന്നിടത്ത് ബന്ധപ്പെട്ടപ്പോൾ എൻ്റെ മെയിൻ മാനേജർ ഇംഗ്ലീഷുകാരാണ്. 2ാമത്തെ മാനേജർ ഡെപ്യൂട്ടി മാനേജർ എന്ന് പറയും, ആൾ ഒരു ആഫ്രിക്കക്കാരിയാണ്. അപ്പോൾ മെയിൻ മാനേജർ എനിക്ക് എല്ലാ സപ്പോർട്ടും തന്നിരുന്നു, പക്ഷേ ആഫ്രിക്കക്കാരി എനിക്ക് സപ്പോർട്ട് തന്നിരുന്നില്ല. ആൾ പല കാര്യങ്ങളും പറഞ്ഞ് എനിക്ക് റെഫറൻസ് തരുന്നവരെ കൂടി മുടക്കിച്ച് പല കാരണങ്ങൾ കൊണ്ട് എനിക്ക് അത് തന്നിരുന്നില്ല. പിന്നീട് ഏകദേശം 1 വർഷത്തോളം ഞാൻ അതിൻ്റെ പുറകെ നടന്നു. അപ്പോൾ മാനസികമായിട്ട് വളരെ തളർന്നിരുന്നു. അവസാനം ഞാൻ അവിടെ നിന്ന് ജോലി റിസൈൻ ചെയ്ത് മറ്റെവിടെയെങ്കിലും ജോലിക്ക് കയറാമെന്ന് വിചാരിക്കുകയായിരുന്നു. അപ്പോഴാണ് 1 വർഷം മുൻപ് ഇവിടെ വന്നപ്പോൾ പലപ്പോഴും ഞങ്ങൾ ഇതിൽ പോകാറുണ്ട്, ഇവിടെ കയറാറുണ്ട്, എങ്കിലും എങ്ങനെ ഉടമ്പടി എടുക്കണം, ഇവിടെ വന്ന് പ്രാർത്ഥിക്കും പോകും എന്നല്ലാതെ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. പിന്നീട് കഴിഞ്ഞ വർഷം വന്നപ്പോഴാണ് ഇതുപോലെ ഒരു ചേച്ചി ഫ്രണ്ടിലുണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചി മേളിലോട്ട് പോകാനും പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അന്ന് വൈഫ് ഉടമ്പടി എടുത്തു, ഞാൻ എടുത്തിരുന്നില്ല, എങ്കിലും ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അത് പ്രകാരം ഉപ്പും തേനും എണ്ണയും കിട്ടിയിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എൻ്റെ ഓഫീസിൽ ഞാൻ ഒരു ദിവസം നേരത്തെ പോയി ആ ഉപ്പിട്ട് എനിക്ക് തടസ്സം നിന്നിരുന്ന ആഫ്രിക്കക്കാരി മാനേജറുടെ ആ ടേബിളിൻ്റെ അടുത്തും എൻ്റെ ഓഫീസിലും ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ഉടനെ ഏകദേശം 1-2 ആഴ്ചകൾക്കുള്ളിൽ തന്നെ പല കാരണങ്ങൾ കൊണ്ട് ആ മാനേജർ അവിടെ നിന്ന് മാറിപ്പോയി. പിന്നീട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആ മാനേജറില്ല, പുതിയ മാനേജർ അവിടെ നിയോഗിക്കപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒത്തിരി സർട്ടിഫിക്കറ്റുകളെല്ലാം ഞാൻ പല സ്ഥലത്തേക്ക് അയച്ചിരുന്നു. HR-ൻ്റെ അടുത്തോട്ടും എൻ്റെ ഓഫീസിലും പല സ്ഥലങ്ങളിലേക്ക് ഞാൻ അയച്ചിരുന്നു. അപ്പോൾ പല കാരണങ്ങൾ പറഞ്ഞ് എനിക്ക് തടസ്സങ്ങൾ അനുഭവപ്പെട്ടിരുന്നു. ഈ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ
മെയിൻ HR മാനേജറും അവിടുത്തെ ഒരു ടീമും എന്നെ വിളിപ്പിച്ചു. വീണ്ടും ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് വിളിപ്പിച്ചു. അപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഇതിന് മുൻപ് ഞാൻ അയച്ചു കൊടുത്തപ്പോൾ അവരെന്നോട് പറഞ്ഞത് സർട്ടിഫിക്കറ്റ് ഒറിജിനലല്ല, അല്ലെങ്കിൽ ഞാൻ ബാംഗ്ലൂരാണ് പഠിച്ചത്, എൻ്റെ കൂടെ പഠിച്ച അല്ലെങ്കിൽ എൻ്റെ സീനിയേഴ്സ്, എൻ്റെ ബാച്ചിലുള്ളവർ, എൻ്റെ ജൂനിയേഴ്സ് പലർക്കും ജോലി അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു 90% ആളുകളും ബാംഗ്ലൂർ പഠിച്ചവരാണ്. അപ്പോൾ ആ കാരണങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. പക്ഷേ അവർ പല കാരണങ്ങൾ എന്നോട് പറഞ്ഞ് അതുകൊണ്ട് എന്നെ റിജക്റ്റ് ചെയ്ത് കളഞ്ഞു. പിന്നീട് ഞാൻ പെട്ടെന്ന് അവരെന്നെ മീറ്റിങ്ങിന് വിളിച്ചു. ഞാൻ ഈ സർട്ടിഫിക്കറ്റ് എല്ലാം കൊണ്ടുപോയി അവരെ കാണിച്ചു. അവർക്ക് പിന്നീട് അത് കാണണ്ട, അവർക്ക് അത് വിശ്വാസമായി. പിന്നീട് അവർ പെട്ടെന്ന് ആക്ഷൻ എടുത്ത് എൻ്റെ മാനേജർ, ഡെപ്യൂട്ടി മാനേജർ, അവിടുത്തെ സീനിയേഴ്സ് എല്ലാവരും എനിക്ക് വേണ്ടി റെഫറൻസും കാര്യങ്ങളൊക്കെ തന്ന് ഉടനെ തന്നെ പിന്നീട് NMC എന്ന് പറയും, രജിസ്ട്രേഷൻ്റെ സ്ഥലമാണ് NMC, അവിടെ കോൺടാക്ട് ചെയ്തു. അവർ അധികം വെയിറ്റ് ചെയ്യാതെ തന്നെ 1 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് രജിസ്ട്രേഷൻ തന്നു. കഴിഞ്ഞ 1 വർഷമായിട്ട് ഞാൻ അവിടെ നഴ്സായിട്ട് ജോലി ചെയ്യുകയാണ്. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം 1987 ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എൻ്റെ ഫാദർ എനിക്ക് വേണ്ടി ഒരു സ്ഥലം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നീട് 1992 എൻ്റെ ഫാദർ മരണപ്പെട്ടു. അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ സ്ഥലത്തിൻ്റെ കരമടയ്ക്കണം. നമ്മൾ എല്ലാ വർഷം ആരെങ്കിലും പോയിട്ട് വില്ലേജ് ഓഫീസിൽ പോയിട്ട് കരമടയ്ക്കും. അപ്പോൾ ഒരു 2-3 വർഷം മുൻപാണ് ഞങ്ങൾ അറിയുന്നത് ആ സ്ഥലത്തിന് പോക്കുവരത്ത് എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന്. അത് ചെയ്താലാണ് സ്ഥലം നമ്മുടെ പേരിലാകത്തുള്ളൂ. പിന്നീട് ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഓഫീസുകളിൽ കൂടെ വില്ലേജ് ഓഫീസിൽ പോയി പറഞ്ഞു. അവർ അവിടെ അപേക്ഷ വയ്ക്കാൻ പറഞ്ഞു. ഞാൻ അപേക്ഷ വെച്ചു. കഴിഞ്ഞ 1 വർഷം മുൻപാണ് അപേക്ഷ വെച്ചത്. 40 ദിവസത്തിനുള്ളിൽ എല്ലാം ശരിയാകുമെന്നാണ് അവർ എന്നെ അറിയിച്ചത്. പിന്നീട് ഒരു റിപ്ലൈ ഉണ്ടായിരുന്നില്ല. ഞാൻ കഴിഞ്ഞ ഒരു 3 മാസം മുൻപ് നാട്ടിൽ വന്നിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് ചോദിച്ചു എന്താണ് ഇതിനെക്കുറിച്ച് അപ്ഡേറ്റ് എന്തെങ്കിലും ഉണ്ടോ. അവരപ്പോൾ പറഞ്ഞു തഹസിൽദാറിൻ്റെ അടുത്ത് പോകണം, അവിടെ നിന്ന് ഹിയറിങ്ങിന് വിളിക്കും. അപ്പോൾ ഞാൻ അവരുടെ ടേബിളിൽ നോക്കുമ്പോൾ ഏറ്റവും മേലിലിരിക്കുന്ന ആ പേപ്പർ, അപേക്ഷ ഫോം അവരെ തൊട്ടിട്ടില്ല. അതിനകത്ത് 1-2 പേപ്പറുകളില്ല എന്ന് പറഞ്ഞാണ് അത് മുടക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ തഹസിൽദാറിൻ്റെ അടുത്ത് പോയി. അവിടെ നിന്നും തഹസിൽദാർ വീണ്ടും വില്ലേജ് ഓഫീസിൽ വരണം. അങ്ങനെ തന്നെ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പിന്നീട് എൻ്റെ വൈഫ് ഉടമ്പടി എടുത്തിട്ടുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. എങ്കിലും ഞങ്ങൾ സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട്. പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ നഴ്സിങ്ങിൻ്റെ ഒരു അനുഭവം ഉണ്ടായി. പക്ഷേ വൈഫിനോട് ഞാൻ പറഞ്ഞു മാതാവിൻ്റെ ഈ ഉപ്പിന് ശക്തി ഉണ്ടെങ്കിൽ ഇന്ന് ഇത് നടക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഉപ്പും പുകലിട്ടുകൊണ്ട് പോയി. എന്നിട്ട് വില്ലേജ് ഓഫീസിൽ പോയി അവരുടെ ടേബിളിൽ ബുക്ക് എടുക്കാൻ പോണ സമയത്ത് ഞാൻ കുറച്ച് ഉപ്പിട്ടു. അവിടെ നിന്ന് ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു. വില്ലേജിലെ ഓഫീസർ സ്ഥലം അളക്കണമെന്നൊക്കെ പറഞ്ഞ് എന്നെ കുറേ ചുറ്റിച്ചു. പക്ഷേ സ്ഥലത്തിൻ്റെ അവിടെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. പിന്നെ പലരെയും വിളിച്ചു, പല ഓഫീസേഴ്സിൻ്റെ ഫോണിൽ വിളിക്കുന്നുണ്ടായി കുറച്ച് മാറി നിന്ന്. ഞാൻ സ്ഥലത്തിലും കൊണ്ടുപോയി ഉപ്പിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നോട് പറഞ്ഞു ശരിയാവത്തില്ല അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. പിന്നീട് ഫോണൊക്കെ വിളിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എന്തായാലും വണ്ടി കയറ്. ഞാനപ്പോൾ വണ്ടിയായിട്ട് വില്ലേജ് ഓഫീസിൻ്റെ അവിടെ പോയി. പോയിട്ട് പ്രിൻ്റ് എടുത്ത് കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്നു. അപ്പം ഞാൻ തഹസിൽദാറിൻ്റെ അടുത്ത് പോയി, പലയിടത്തും പോയി അപേക്ഷ വെച്ചു. വീണ്ടും അപേക്ഷ വെക്കണമെന്ന് അവർ പറയുന്നു. എന്നെ കുറേ ചുറ്റിക്കളിപ്പിച്ചുകൊണ്ടിരുന്നു. എങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അവർ ആ പോക്കുവരത്ത് എന്ന് പറയുന്ന സംഭവം, അതായത് 38 വർഷം ആയിട്ട് നടക്കാത്ത ചെയ്തിട്ടില്ലാത്ത കാര്യം പെട്ടെന്ന് അവർ എനിക്ക് ചെയ്തു തന്നു. പിന്നീട് എനിക്ക് പറയാനുള്ളത് കാരുണ്യ പ്രവർത്തികളാണ്. ഇവിടുത്തെ പത്രം ഞാൻ UK കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പള്ളിയിലും അങ്ങനെ സുഹൃത്തുക്കൾക്കൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ എന്നാൽ കഴിയുന്ന വിധത്തിൽ സാമ്പത്തികമായിട്ടൊക്കെ ഞാൻ സഹായിക്കാറുണ്ട്. പിന്നെ അച്ഛൻ്റെ പ്രയർ മോർണിംഗിൽ എല്ലാ ദിവസവും യൂട്യൂബിലുണ്ട്. രാവിലെയും വൈകിട്ടും പ്രയറുണ്ട്. അപ്പോൾ അത് രാവിലെ എണീക്കുമ്പോൾ തന്നെ പ്രാർത്ഥനകൾ കഴിയുമ്പോൾ അത് കാണാറുണ്ട്, വൈകിട്ടും കാണാറുണ്ട്. പിന്നെ ബൈബിൾ വായിക്കും. അങ്ങനെ ഒരു പുതിയ ശീലത്തിലേക്ക് കുറച്ച് സമയങ്ങൾ, ഒത്തിരി സമയം വായിച്ചില്ല എങ്കിലും രാത്രി കിടക്കുന്നതിന് മുമ്പ് കുറച്ച് സമയമെങ്കിലും ബൈബിൾ വായിക്കാൻ വേണ്ടി കണ്ടെത്താറുണ്ട്. പിന്നെ വാട്സപ്പ്, അതുപോലെ തന്നെ ഇമെയിൽ, അങ്ങനെയുള്ള സംഭവങ്ങളിലെല്ലാം മാതാവിൻ്റെ, എൻ്റെ ഫോട്ടോ എല്ലാം മാറ്റിയിട്ട് മാതാവിൻ്റെ ഫോട്ടോസ്
ആക്കി കൃപാസന മാതാവിൻ്റെ. അപ്പോൾ നമ്മൾ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം അവർക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോസ് ആയിരിക്കുമല്ലോ. ഇപ്പോൾ പ്രൊഫൈലിലൊക്കെ മാതാവിൻ്റെ ഫോട്ടോസാണ്. അങ്ങനെയും ഞാൻ മാതാവിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ വേണ്ടി പരിശ്രമിക്കാറുണ്ട്. അപ്പോൾ മാതാവും ഈശോയും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒത്തിരി നന്ദി പറയുന്നു. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി എന്നെ ഈ വേദിയിൽ എത്തിച്ചതിന്. എൻ്റെ പേര് ജിസ്മി ജോർജ്. ഞാൻ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ജനുവരി 15-നാണ് 2025. ഞാനൊരു ഡെൻറ്റിസ്റ്റാണ്. എൻ്റെ BDS പാസ്സായി ഇറങ്ങിയത് 2024 ഡിസംബറിലാണ്. അപ്പം ഡിസംബറിൽ പാസ്സായി ഇറങ്ങിയതിന് ശേഷം എല്ലാവരെയും പോലെ എനിക്കും PG എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, MDS എടുക്കണമെന്ന്. അപ്പോൾ ഫസ്റ്റ് എക്സാം ഏപ്രിൽ മാസത്തിലാണ് എൻ്റെ എക്സാം കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അതുവരെ ഹൗസ് സർജൻസി പീരീഡിലോ ഒന്നും ഞാൻ എക്സാമിന് വേണ്ടി പഠിക്കുകയോ പ്രിപ്പയർ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് ഉറപ്പായിരുന്നു 4 മാസം കൊണ്ട് കുത്തിയിരുന്ന് പഠിച്ചാൽ എൻ്റെ മെറിറ്റിൽ എനിക്കിത് ഒരിക്കലും നേടാൻ സാധിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതുപോലെ മമ്മി പറഞ്ഞിട്ട് ഡെയിലി ബ്രെഡ് എന്നും കേൾക്കുമായിരുന്നു, എന്നും സ്റ്റാറ്റസൊക്കെ ഇടുമായിരുന്നു. അപ്പം എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ മാതാവ് എനിക്കത് ചെയ്ത് തരുമെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ജനുവരിയിൽ വന്നിട്ട് ഉടമ്പടി എടുത്തു. എനിക്ക് പഠിക്കാനിരുന്നിട്ടും എനിക്ക് കാര്യമായിട്ടൊന്നും 4 മാസം കൊണ്ട് എനിക്ക് എല്ലാവരും 1 കൊല്ലം കൊണ്ടും 2 കൊല്ലം കൊണ്ടും റിപ്പീറ്റ് ചെയ്തൊക്കെയാണ് PGക്കൊരു സീറ്റ് നേടുന്നത്. അപ്പോൾ ആ സ്ഥാനത്ത് എനിക്ക് 4 മാസം കൊണ്ട് ഒറ്റയ്ക്കിരുന്ന് പഠിച്ച് എടുക്കാൻ പറ്റില്ല എന്ന് ഉറപ്പുള്ളൊരു സാധനം ഞാൻ വന്ന് മാതാവിന് സമർപ്പിച്ചു. ഞാൻ ഉടമ്പടി എടുത്തു, മാതാവിന് കൊടുത്തു. എൻ്റെ സബ്ജക്റ്റ് ഞാൻ മാതാവിന് കൊടുത്തു. എന്നിട്ട് ഞാൻ ഉടമ്പടി ചെയ്യാൻ തുടങ്ങി. ഉടമ്പടി കാര്യങ്ങളെല്ലാം രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കുന്നതും എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നതും അതുപോലെ കാരുണ്യപ്രവൃത്തിയായിട്ട് പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഹോം കെയറിൽ രോഗികളെ സന്ദർശിക്കാൻ പോകുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ എക്സാം അടുത്ത സമയത്ത് പോലും ഞാൻ ഈ കാരുണ്യപ്രവൃത്തി ചെയ്യുന്നതിൽ നിന്നൊന്നും വിട്ടു നിന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പപ്പ എൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു, ഇങ്ങനെ പഠിക്കാതെ ഇങ്ങനെയൊക്കെ ചെയ്ത് നടന്നാൽ പ്രാർത്ഥിച്ചാലൊക്കെ കിട്ടുമോയെന്ന്. അപ്പോഴും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഞാൻ മാതാവിന് ഉടമ്പടി വെച്ച സാധനം മാതാവ് എനിക്ക് ചെയ്തു തരുമ്പോൾ ഞാൻ ആ ഉടമ്പടി കൃത്യമായിട്ട് പാലിച്ചാലല്ലേ എനിക്കത് നേടിയെടുക്കുന്നേ പറ്റുള്ളൂ. അപ്പം ഞാൻ പപ്പയുടെ അടുത്ത് പറയുമായിരുന്നു, മാതാവ് എൻ്റെ കാര്യം നോക്കിക്കോളും, അപ്പം മാതാവിന് വേണ്ട കാര്യം ഞാൻ ചെയ്യണമെന്ന് പറയുമായിരുന്നു. അങ്ങനെ എൻ്റെ എക്സാമിൻ്റെ സമയം വന്നു. അപ്പോഴും ഞാൻ ആദ്യം ഉടമ്പടി എടുത്ത സമയത്ത് എൻ്റെ മനസ്സിലൊരു നമ്പർ തെളിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു, 017 എന്നുള്ളത്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു എൻ്റെ എക്സാം ഒരു 17-ാം തീയതിയാണ്. അപ്പം ഞാൻ വിചാരിച്ചു അതായിരിക്കും ചിലപ്പോൾ എനിക്ക് മാതാവ് കാണിച്ചു തന്ന ഡേറ്റ് ആയിരിക്കും എന്ന് ഞാൻ ആദ്യം വിചാരിച്ചു. പിന്നീട് ഞാൻ ആ ഡേറ്റ് എൻ്റെ ഡയറി കുറിച്ച് വെച്ചു. എന്താണെന്ന് എനിക്ക് വ്യക്തമാവുന്നുണ്ടായിരുന്നില്ല ആ ഡേറ്റ്. അതിനുശേഷം പിന്നീട് 4 മാസം കഴിഞ്ഞ് ഏപ്രിൽ എൻ്റെ എക്സാം വന്നു. എക്സാം ആകാനായപ്പോഴത്തേക്കും എൻ്റെ ഒരു ഉടമ്പടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി വന്നു പുതുക്കി ജോസഫ് അച്ഛനെ കണ്ട് തലയ്ക്ക് കൈവച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ എനിക്കൊരു കാശുരൂപം തന്നു. അങ്ങനെ ഞാൻ ആ കാശുരൂപം എക്സാമിന് കാശുരൂപവും ഉടമ്പടി ഉപ്പും കൊണ്ടാണ് ഞാൻ എക്സാമിന് പോയത്. എക്സാം ഹാളിൽ ചെന്ന് കഴിഞ്ഞപ്പം എല്ലാവരും കാര്യമായിട്ടിരുന്ന് പഠിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പഠിക്കാനൊരു ബുക്ക് പോലും കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം ഞാനൊന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ പഠിച്ചിട്ടും കാര്യമില്ല, ഇതൊരു വലിയ സബ്ജക്റ്റാണ്. അപ്പം ഞാൻ എന്നിട്ട് അവിടെ ഇരുന്ന് ഇയർഫോൺ വെച്ച് സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു. സാക്ഷ്യങ്ങളും ഡെയിലി ബ്രെഡും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു എക്സാം ഹാളിൽ കയറുന്നത് വരെ. അങ്ങനെ ഞാൻ എക്സാം ഹാളിൽ കയറി, എനിക്ക് കമ്പ്യൂട്ടർ അലോട്ട് ചെയ്ത് തന്നു. ഞാൻ കമ്പ്യൂട്ടറിൻ്റെ അടുത്തെത്തി ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ച് കാശുരൂപത്തിൽ തൊട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി കണ്ണ് തുറന്ന് നോക്കുമ്പം എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ നമ്പർ 017 ആണ്. അപ്പോൾ എനിക്ക് ഉറപ്പായി മാതാവ് എൻ്റെ കൂടെ ഉണ്ട്, മാതാവ് എനിക്ക് വേണ്ടി എക്സാം എഴുതിക്കോളൂ എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായി. അങ്ങനെ പിന്നെ ഞാൻ എക്സാം സ്റ്റാർട്ട് ചെയ്തു. എക്സാം സ്റ്റാർട്ട് ചെയ്ത ഒറ്റ ക്വസ്റ്റ്യൻ എനിക്കറിയില്ല, എല്ലാം ബ്ലാങ്കാണ്. പിന്നെ ഞാൻ ഓരോ ക്വസ്റ്റ്യനും നന്മ നിറഞ്ഞ പറയുമേ ചൊല്ലി അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. ക്വസ്റ്റ്യൻ പോലും വായിക്കാതെയാണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. കംപ്ലീറ്റ് ക്വസ്റ്റ്യനും ഞാൻ അറ്റൻഡ് ചെയ്തു. ഫുൾ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് പുറത്തിറങ്ങി. അപ്പോഴും എനിക്ക് സന്തോഷമായിരുന്നു. ഒന്നും അറിയില്ല എന്നുള്ളതിൻ്റെ അല്ല, മാതാവ് എക്സാം എഴുതിയല്ലോ എന്നുള്ളതിൻ്റെ സന്തോഷമായിരുന്നു. വീട്ടിൽ ചെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ചേച്ചീൻ്റെ അടുത്ത് ചോദിച്ചു, നീ എന്ത് കണ്ടിട്ടാണ് എല്ലാം അറ്റൻഡ് ചെയ്തത്? നെഗറ്റീവ് മാർക്ക് ഉള്ളതല്ലേ, ഇതൊരു PG എക്സാം അല്ലേ, നീറ്റ് എക്സാം അല്ലേ, ഇങ്ങനെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ നീ ക്രാക്ക് ചെയ്യും എന്ന് ചോദിച്ചു. അപ്പോഴും എനിക്ക് വിശ്വാസം മാതാവിലായിരുന്നു, കാരണം ഞാനല്ല എക്സാം എഴുതിയത്, മാതാവാണ്. അപ്പം മാതാവ് നോക്കിക്കോളും, എന്നോടൊന്നും ചോദിക്കേണ്ടെന്ന് ഞാൻ ചെന്നതേ പറഞ്ഞു. അങ്ങനെ അപ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ എക്സാം കഴിഞ്ഞ് റിസൾട്ട് വരാൻ ഒരു
3 മാസം ഗ്യാപ്പുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പിൽ എനിക്ക് ക്ലിനിക്കിൽ പോകണമെന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ നാട് ടൗണിൽ നിന്ന് കുറച്ചൊന്ന് ഉള്ളോട്ടേക്ക് ആയതുകൊണ്ട് അവിടെ അധികം വേക്കൻസീസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല, സാധാരണ കാണാറില്ലായിരുന്നു. പക്ഷേ അതിനുശേഷം ഞാൻ പാലിയേറ്റീവിൻ്റെ ഹോം കെയറിന് പോയൊരു ദിവസം പെട്ടെന്ന് ഞങ്ങളുടെ ഗ്രൂപ്പിൽ തിരുവമ്പാടിയിൽ തന്നെ പാർട്ട് ടൈം ആയിട്ടൊരു ക്ലിനിക്കിൽ വേക്കൻസി കണ്ടു. ഞാൻ ഉടനെ അപ്ലൈ ചെയ്തു, എനിക്കത് കിട്ടുകയും ചെയ്തു. അതിന് കയറി ഒരു അരമാസമൊക്കെ ആയപ്പോഴത്തേക്കും വേറൊരു ക്ലിനിക്കിൽ നിന്ന് എന്നെ ഇങ്ങോട്ട് വിളിച്ചു, മമ്മി അറിയുന്ന ഒരു ക്ലിനിക്കിൽ നിന്ന് പാർട്ട് ടൈം ആയിട്ട് വരാൻ പറ്റുമോയെന്ന്. അങ്ങനെ ഒരു ക്ലിനിക്കിൽ പ്രാക്ടീസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് എനിക്ക് മാതാവ് 2 ക്ലിനിക്കിൽ പാർട്ട് ടൈം ആയിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരവും നൽകി. അങ്ങനെ അത് പ്രാക്ടീസൊക്കെ ചെയ്ത് ഇരിക്കുമ്പോഴാണ് എൻ്റെ റിസൾട്ട് വന്നു. റിസൾട്ട് വന്നപ്പോൾ എൻ്റെ റാങ്ക് വളരെ താഴെയായിരുന്നു. 10,000-ൻ്റെ മുകളിലായിരുന്നു എൻ്റെ റാങ്ക്. ആകെ 800 സീറ്റുള്ളിടത്ത് 10,000-ൻ്റെ മുകളിൽ റാങ്ക് വെച്ച് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോസിബിളാണ്. എന്നാലും എനിക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. മാതാവ് എക്സാം എഴുതി, മാതാവ് എനിക്ക് നമ്പർ കാണിച്ചു തന്നു. അപ്പം മാതാവ് നോക്കിക്കോളൂന്ന് എനിക്ക് അപ്പോഴും വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോഴും ഞാൻ തളർന്നില്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു, എനിക്ക് എവിടെയും കിട്ടിയില്ല. അപ്പോഴും ഞാൻ തളർന്നില്ല. കാരണം 2ഉം 3ഉം അലോട്ട്മെൻറ്റ് ഉണ്ടല്ലോ, ലാസ്റ്റ് അലോട്ട്മെൻറ്റ് വരെ നോക്കാം. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു, എനിക്കൊരു നോൺ ക്ലിനിക്കൽ സബ്ജക്റ്റ് PG കിട്ടി. അപ്പോഴും എനിക്ക് വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു അലോട്ട്മെൻറ്റും കൂടി ഉണ്ടല്ലോ. അപ്പോൾ ചേച്ചിമാർ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇത് നോൺ ക്ലിനിക്കൽ അല്ലേ, ഇതിന് പോയി കഴിഞ്ഞാൽ കാര്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴും ഞാൻ പറഞ്ഞു, അലോട്ട്മെൻ്റ് ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ, ഒരു അലോട്ട്മെൻറ്റ് കൂടി ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് നമുക്കത് സംസാരിക്കാം, മാതാവ് നോക്കിക്കോളൂ എന്ന് ഞാൻ അപ്പോഴും പറഞ്ഞു. അങ്ങനെ 3ാമത്തെ അലോട്ട്മെൻറ്റ് വന്നു. 3ാമത്തെ അലോട്ട്മെൻറ്റ് 2 ദിവസം മുന്നെയാണ് വന്നത്. 3ാമത്തെ അലോട്ട്മെൻറ്റിൽ എനിക്ക് എല്ലാവരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ക്ലിനിക്കൽ സബ്ജക്റ്റ് തന്നെ മാതാവ് നൽകി അനുഗ്രഹിച്ചു. നാണക്കേടൊക്കെ തോന്നുമെങ്കിലും പിന്നീടൊന്നും ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഒരു നാണക്കേടും തോന്നിയില്ല. ഞാൻ എല്ലാവരെയും കാണിച്ച് തന്നെ എല്ലാ ദിവസവും സ്റ്റാറ്റസ് ഇടുമായിരുന്നു. ചൊവ്വാഴ്ചത്തെ ധ്യാനങ്ങളും സ്റ്റാറ്റസ് ഇടുമായിരുന്നു. എല്ലാ ദിവസവും പറ്റുന്നത് പോലെ പള്ളിയിൽ പോകാൻ ശ്രമിക്കുമായിരുന്നു. എൻ്റെ ലൈഫിൽ നല്ലൊരു മാറ്റം വന്നു, നല്ലൊരു എളിമ വന്നു. കുർബാനെ ഒരുപാട് സ്നേഹിക്കാൻ പറ്റി, യേശുവിനോട് കൂടുതൽ അടുക്കാൻ പറ്റി. എൻ്റെ മുന്നിൽ കാണുന്ന, ഇപ്പം എൻ്റെ മുന്നിൽ പേഷ്യൻ്റ് വന്നാൽ പോലും അവരത്രയും സ്നേഹിച്ച് എനിക്ക് കെയർ ചെയ്ത് എനിക്ക് അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റി. അതുപോലെ എൻ്റെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം കൊണ്ടുതന്ന ഈശോയ്ക്കും തിരുക്കുമാരനും അമ്മ മാതാവിനും തിരുക്കുമാരനും ദൈവത്തിന് 1000 നന്ദി പറയുന്നു.